അപ്പോൾ വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാൾക്ക് മുന്നെയാണ് മൈ വേ ബൈ കല്യാണി എൻ്റെ മുഖത്ത് കറുപ്പാണ്, എൻ്റെ മുഖത്ത് കുത്തുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പിന്നെ അവസാനം ഒരു ഡോക്ടറെ കാണാൻ പോയി. ആ ഒരു ഡോക്ടറിൻ്റെ പേര് ഫാത്തിമ നിലൂഫർ. ആ ഒരു ഡോക്ടറെ കാണാൻ പോയി. പിന്നെ ഒരു ട്യൂബ് പോലത്തെ ഒരു മരുന്ന് കൊടുത്തു. ആ ഒരു മരുന്നിന് കുറേ രൂപ മേടിച്ചു. പിന്നെ ആ മരുന്നിൻ്റെ ബില്ല് കൊടുത്തില്ല, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടോ ഞാനൊരു കറക്ഷൻ പ്രൊഡക്റ്റ് തരാം, അല്ലെങ്കിൽ ഒരു ഡാൻഡ്രഫ് ഉണ്ടോ ഒരു ആന്റി ഡാൻഡ്രഫ് പ്രൊഡക്റ്റ് തരാം. രണ്ട് വെറുതെ ഡാൻഡ്രഫ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ആന്റി ഡാൻഡ്രഫ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട. അല്ലെങ്കിൽ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ച ഡാൻഡ്രഫ് പോയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ അങ്ങനെയല്ല. അപ്പൊ പിന്നെ അതിന് മറുപടിയായിട്ട് ആ ഒരു ഡോക്ടറും മുന്നോട്ട് കുറെ കാര്യങ്ങളൊക്കെ കേസ് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ കെട്ടടങ്ങിയിരിക്കുന്ന സമയത്താണ് വീണ്ടും കല്യാണി ഒരു പോസ്റ്റുമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ആ ഒരു കാര്യം വായിച്ചിട്ട് വരാം. പിന്നെ ഈ ഒരു ചുമ്മാ ക്രീമുകളൊക്കെ വാരി തേച്ചിട്ട് ഒരു എന്താ പറയുക, ഇപ്പം ഇവർ മാത്രമല്ല, ഈ ഒരു കല്യാണി എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, പല ആൾക്കാരും ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അതായത് ചിലപ്പോൾ ക്രീമുകൾ ഏതാണെന്ന് പോലും അറിയത്തില്ല, പിന്നെ കാശ് നിറയെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഓരോ ദിവസം കൊടുത്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ്. അതായത് ഇവർ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ആ ഒരു ഡോക്ടർ ഒരു പക്ഷേ സൈഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം, അറിയത്തില്ല. ഇനി അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡോക്ടർ തന്നെ മുന്നോട്ട് വന്ന് തെളിയിക്കട്ടെ. കാരണം ഇനിയിപ്പോൾ അത് വ്യാജം ആണ് എന്നുണ്ടെങ്കിൽ അവർക്കും അതിനുള്ള നടപടി എടുക്കുക. അല്ലാണ്ട് ഈ ഒരു വ്യക്തി പറയുന്നത്, അതായത് കല്യാണി പറയുന്നതും സത്യമാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതിനെന്തേ റിപ്ലൈ കിട്ടാനുള്ളത് ആ ഒരു ഡോക്ടർ തന്നെ ഇതിന്റെ തെളിവ് കൊണ്ട് മുന്നോട്ട് വരുന്നതായിരിക്കാം നല്ലത്. കാരണം ഇതിൽ കുറേ വിവരാവകാശ കമ്മീഷനിൽ നിന്ന് കിട്ടിയ കുറേ വിവരങ്ങളാണ് ആൾ പങ്കുവച്ചിട്ടുള്ളത്. വിവരാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ്. അത് പൂർണ്ണമായിട്ട് നമുക്ക് സത്യമാണെന്നും അറിയില്ല. കാരണം അതിന് പ്രൂഫ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. കോസ്മെറ്റോളജിയിൽ ബിരുദാനന്തര ബിരുദം ഒന്നും എടുത്തിട്ടില്ല ആ ഒരു ഡോക്ടർ വ്യാജം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. എന്തായാലും ആ ഒരു പോസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എൻ്റെ ചികിത്സാ അനുഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്നറിയാം. അതെല്ലാവർക്കും അറിയാട്ടോ. ഇതുവരെ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കാതിരുന്നത് ബോധപൂർവമാണ്. അതും നല്ലതാണ്. ഇത് നിയമപരമായ നടപടികളുടെ ഭാഗമായതിനാൽ ആ പ്രക്രിയയെ മാനിച്ചുകൊണ്ടാണ് എൻ്റെ മൗനം പാലിച്ചതും. അതും ശരിയാണ്. ചിലപ്പം നീതി കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പം എന്താ നീതി കിട്ടി എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ചില വസ്തുതകൾ പങ്കുവയ്ക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇവ എൻ്റെ വാക്കുകളല്ല, ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ രേഖാമൂലം സ്വീകരിച്ച കാര്യങ്ങളാണ്. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജിസ്റ്റ് രേഖാമൂലം സ്ഥിരീകരിച്ചത്. അവർ കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന പേരിൽ യാതൊരു കോഴ്സോ സ്പെഷ്യലൈസേഷനോ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാണ്. അതായത് ആ ഒരു ഡോക്ടർ ഒരു കോഴ്സ് പോലും എടുക്കാണ്ടാണ് ഇത്രയും വർഷം ആയിരക്കണക്കിന് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോസ്റ്റിൻ്റെ രൂപം എന്ന് പറയുന്നത്. ബാക്കി വായിക്കാം. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി തങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്ററിൽ ബന്ധപ്പെട്ട വ്യക്തിക്ക് യാതൊരു രജിസ്ട്രേഷനും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റിൽ വന്ന് അലിഗേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് ഒരു സമയത്ത് അവർ കൊണ്ടൊരു കേസ് ഫയൽ ചെയ്താലേ ചിലപ്പോൾ ഈ ഒരു തെളിവുകൾ എന്തൊക്കെയാണെന്ന് കാണിക്കേണ്ടി വരും. കാരണം ഈ ഒരു കല്യാണി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തെളിവ് കാണിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം തെളിവ് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നന്നായിരിക്കും. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് തിരുവനന്തപുരം ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 3 സ്ഥിരീകരണങ്ങളും ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല, അതാത് സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി രേഖാമൂലം നൽകിയവയാണ്. ഇവയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ. ഈ വിഷയം നിയമപരമായ പരിഗണനയിലായതിനാൽ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എൻ്റെ പ്രേക്ഷകരോടും ഈ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കൂടുതൽ വിവരങ്ങൾ ഉചിതമായ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതൊരു ക്ലിനിക്ക്, അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒന്നുകിൽ എന്തെങ്കിലും ഒരു തെളിവ് പ്രൂഫായിട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അതും ഇത്രയും ജനങ്ങൾ അവിടെ പോകുന്നുണ്ട്, അപ്പം ഈ ഒരു ലൈസൻസ് ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം ഈ ഒരു ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനം, ഇത്രയും വലിയൊരു സ്ഥാപനം എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും? അതാണ് മനസ്സിലാവാത്തത്. ഒന്നുകിൽ ഇതിപ്പം കല്യാണി പറഞ്ഞത് സത്യമാണെങ്കിൽ അവർ ആയിരക്കണക്കിന് ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, കല്യാണി ഇവരെ കുറിച്ചിട്ട് ഇല്ലാത്ത അലിഗേഷൻസ് ആണ് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ വന്ന ഇപ്പോൾ ഒരു കസ്റ്റമറോ 10 കസ്റ്റമർ 20 കസ്റ്റമറൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ആ ഒരു കസ്റ്റമർ നഷ്ടപ്പെട്ടാലും അവർക്ക് വിഷയമാണ്. കാരണം അവർക്കത് ബാധിക്കുന്നൊരു കാര്യമാണ്. അതേപടി ഈ ഒരു കല്യാണി പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് കല്യാണിക്ക്
കല്യാണി കാരണം ഒരു നല്ലൊരു പ്രവൃത്തിയായിരിക്കും അത് ചെയ്യുന്ന. കാരണം വെച്ചാൽ കല്യാണി കറുപ്പും കുത്തുമൊക്കെ ആയിട്ട് പോയി, എൻ്റെ ഫേസ് ഇങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ എന്നിരുന്നാലും തിരിച്ച് കല്യാണിയുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണാം. അതായത് ഹരിതകർമ്മ ആൾക്കാർ വീട്ടിൽ വന്ന സമയത്ത് അവർക്കൊന്നും എന്തായാലും അവരൊന്നും വീഡിയോസ് കാണുന്ന ആൾക്കാരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവർ ദിവസം കാണുന്നതായിരിക്കുമല്ലോ ഈ വ്യക്തിയെ പ്ലാസ്റ്റിക് എടുക്കാനൊക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ കല്യാണി കുട്ടിയുടെ മുഖം മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അവർ കാണിക്കുന്നുണ്ട്. ആ ജസ്റ്റ് വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവർക്ക് പ്ലാസ്റ്റിക് എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തു കൊടുത്തു. ഞാൻ പറയുന്നത് ആ ഒരു പണ്ട് ഇരുന്ന ഫേസ് അല്ല, അതായത് സ്കൂളിൽ ജൂൺ 1 തീയതി കുട്ടികളെ കൊണ്ട് സ്കൂളിലാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫേസ് അല്ല ഇപ്പം ഉള്ളത്. ഇപ്പം കരിവാളിച്ച് കരിക്കട്ട മാതിരി കരിക്കലം പോലെ ആയി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിപ്പം ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇതിൻ്റെ പ്രൂഫുകളൊന്നും മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇനി അഥവാ ഇവരിൽ ആരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. കാരണം വെച്ചാൽ കല്യാണി ഒരു സ്ഥാപനത്തെക്കുറിച്ച് മൊത്തമായിട്ടും അറിയാണ്ട് ഒരു അലിഗേഷൻസ് പറയുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. അല്ലാണ്ട് ഈ ഒരു വ്യക്തി, അതായത് ഈ ഒരു ഡോക്ടർ ഫാത്തിമ നിലൂഫർ എന്ന് പറയുന്ന വ്യക്തി ഒരു ട്രീറ്റ്മെൻറ്റിന് 5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ട്. അതും ഒരു കോഴ്സും പഠിക്കാണ്ട് ഒരു എന്താ പറയുക ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു വീഡിയോ കാണുകയുണ്ടായി, ആ ഒരു വീഡിയോ കൊണ്ട് ജസ്റ്റ് കാണിക്കാം. ഞാനിന്നിവിടെ a bunch of beautiful girls who's come here for Kalyan Silks Vanitha Miss Kerala ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് I was their skin and hair care expert. I had an immense session, like really great in-depth, like hours of session interacting with the girls on the skin and the hair science. A lot of questions were shot from them and I had the opportunity to answer for them. So good luck and it's a great opportunity for these girls. അതായത് കോസ്മെറ്റോളജി പഠിക്കുന്ന പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ക്ലാസ് എടുക്കുന്ന ഇവർക്കൊന്നും ഇത്രയും ഒരു ബിരുദാനന്തര ബിരുദമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി, അത് ജസ്റ്റ് ഒരു കോഴ്സ് പോലും പഠിച്ചിട്ടില്ലാത്ത വ്യക്തി എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്നും ഒരു ഡൗട്ട് വരും. അഥവാ അങ്ങനെയാണെങ്കിൽ, അഥവാ അങ്ങനൊരു ലൈസൻസ് ഇല്ല, അങ്ങനത്തെ ഒരു കോഴ്സേ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും തെളിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ തമ്മിൽ ഇങ്ങനെ അലിഗേഷൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരണം. കാരണം വെച്ചാൽ അറിയില്ല എന്താണ്, ഒരു ഭാഗത്ത് ജനങ്ങളെ പറ്റിക്കുന്നതായിരിക്കാം, ഒരു ഭാഗത്ത് സ്ഥാപനത്തെക്കുറിച്ചിട്ടുള്ള അലിഗേഷൻസ് ഇങ്ങനെ മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പം ഇനി കല്യാണി പറയുന്നത് സത്യമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല്യാണിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നൊരു സംഭവം തന്നെയാണ്. ഇനി അഥവാ അവർ ഇതുപോലെ കോഴ്സൊന്നും പഠിക്കാണ്ട് ഒരു വ്യാജ ഡോക്ടറായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നടപടി അവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പം രണ്ടുപേർക്കും ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ തെളിവുകൾ ശേഖരിച്ച് വെക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട്. മാത്രമല്ല എനിക്ക് അത് നല്ലൊരു സുഹൃത്തും ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. നിലൂഫർ എന്ന് പറയുന്ന ഒരു കുട്ടി, therefore I am ന്റെ ഓണർ. ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ടില്ല എന്നല്ല, ഞാൻ പോയിട്ടുണ്ടാകും, നിലൂഫറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തോ ഇങ്ങനെ സ്കിന്നിൻ്റെ കാര്യം അങ്ങനെ എന്തോ ചോദിക്കുമ്പോൾ ഈ കുട്ടി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും പറയണേ. അപ്പുറത്ത് വേറെ ആരൊക്കെയോ വന്നു, ആ കുട്ടി അവരോടും ഈ കുട്ടി പറയുന്നുണ്ട് ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുക കുട്ടിയുടെ അടുത്ത്, എന്തിനാണ് ഇങ്ങനെ എല്ലാരോടും ഇങ്ങനെ ഇത് കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ല, മുടി ഉണ്ടല്ലോ, മുടി വെറുതെ പോകണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ മോളെ ബിസിനസ് നടക്കണേ എന്ന് പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു പാഷനാണ്. കല്യാണി വിടാൻ തീരുമാനിച്ചിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെന്നാണ് ഈ ഒരു പോസ്റ്റിൽ ലാസ്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വരാം. അതൊരു ടാറ്റ.